യാത്ര പോകുക എന്നാൽ എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരിക്കും. എന്നാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താനുള്ള സമയം പലർക്കും മുഷിപ്പുണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന യാത്ര മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിന് നമ്മൾ പരിചയമുള്ള റോഡോ റെയിലോ വിമാനമോ വേണ്ടെന്ന് വരുമെന്നറിയുമ്പോൾ അതിന്റെ അതിശയവും വർദ്ധിക്കും. പലരും അങ്ങനെ ആഗ്രഹിക്കാറുണ്ടല്ലേ? എന്നാൽ സംഗതി യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. സങ്കല്പത്തിലെ യാത്രാനുഭവം യാഥാർത്ഥ്യമാകാനുള്ള കാത്തിരിപ്പ് അധികം നീളില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ ലൂപ്പ് എന്ന വേഗതയുടെ അത്ഭുതമാണ് ഇന്ത്യയിലേക്ക് കടന്നു വരാനൊരുങ്ങുന്നത്. ഈ ആധുനിക ഗതാഗത സംവിധാനത്തിന്റെ ആദ്യ ഘട്ടം ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ഹൈപ്പർ ലൂപ്പ് പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചു. ഏകദേശം 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതി ഇന്ത്യയെ ലോകോത്തര ഗതാഗത സാങ്കേതിക വിദ്യയുടെ മുന്നണിയിലേക്ക് നയിക്കും. വേഗത കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ഹൈപ്പർ ലൂപ്പ്. ഒരു ഭീമൻ കുഴലിനുള്ളിലൂടെ പറക്കും വേഗത്തിൽ സഞ്ചരിക്കുന്ന പോഡുകളാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. വേഗത വർദ്ധിക്കുമ്പോൾ തടസ്സമാകുന്ന വായുവിനെയും ഘർഷണത്തെയും ഒഴിവാക്കിക്കൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ്. അതായത് കുറഞ്ഞ വായുമർദ്ദമുള്ള കുഴലിനകത്ത് കാന്തിക ശക്തിയുടെയും കംപ്രസറിന്റെയും സഹായത്തോടെ പോഡുകൾ സഞ്ചരിക്കുന്നു. ഇവയ്ക്ക് ചക്രങ്ങളോ പരസ്പര ബന്ധമോ ഇല്ല. ട്യൂബിനുള്ളിൽ നിലത്ത് തൊടാതെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉയർന്നു സഞ്ചരിക്കുന്നവയാണ് പോഡുകൾ. 11 അടിയോളം വ്യാസമുള്ള കുഴലുകൾക്കുള്ളിൽ നിന്ന് ഈ പോഡുകൾ മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അതായത് വിമാനത്തേക്കാൾ ഇരട്ടി വേഗത. ഈ ട്യൂബ് പാത ഭൂമിക്കടിയിലായിരിക്കാനോ ഉയർന്ന തൂണുകളിലായിരിക്കാനോ സാധ്യതയുണ്ട്. ചൈനയും ജർമ്മനിയും ഇതിനോടകം തന്നെ മാഗ്ലെവ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള റെയിൽ ഗതാഗതം പരീക്ഷിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ ന്യൂമാറ്റിക് ട്യൂബ് ട്രാൻസ്പോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. PTT ഒരു പുതിയ ആശയമല്ല. 9-ാം നൂറ്റാണ്ടിൽ അറബി തത്വചിന്തകനായ അൽ ഫറാബി ആദ്യമായി വായു നീക്കം ചെയ്ത കുഴലിനകത്തെ വേഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. 1812 ജോർജ് മെഡ്ഹസ് ന്യൂമാറ്റിക് ട്രെയിനിനെ കുറിച്ച് വിശദമായി പഠിച്ച് കുഴൽ യാത്രയുടെ ചിത്രങ്ങൾ അടക്കം അവതരിപ്പിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. എന്നാൽ ഈ സാങ്കേതിക വിദ്യ പിന്നീട് ന്യൂമാറ്റിക് പോസ്റ്റ്, ന്യൂമാറ്റിക് മെയിൽ തുടങ്ങിയ രൂപത്തിൽ പ്രചാരത്തിലേക്ക് വന്നു. പിന്നീട് ബാങ്കുകളിൽ നിന്ന് ചെക്കുകൾ കൈമാറാനും കത്തുകളും പാഴ്സലുകളും അയക്കാനുമായി ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. എയർപോർട്ടുകളിൽ വിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ കൈമാറുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഹൈപ്പർ ലൂപ്പ് എന്ന ആശയം യാത്രക്കാരുടെയും വലിയ ചരക്ക് ഗതാഗതത്തിനുമുള്ള ഭാവിയാകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ഗതാഗത മേഖലയിൽ ഇതിന്റെ വരവ് ഒരു പുതിയ അധ്യായം തുറന്നിടും. എന്നാ പിന്നെ ഒരു യാത്ര പോയാലോ?